പതിവ് പോലെ പടക്ക വിപണി തന്നെയാണ് വിഷു വ്യാപാരത്തിന്റെ ഹൈലൈറ്റായി മാറിയത്. നാടനും ചൈനയും അടക്കമുള്ള ഐറ്റങ്ങൾ ചൂടപ്പം പോലെ വിറ്റുപോയി. പടക്കമില്ലാതെ വിഷു ആഘോഷമില്ല. അതിനാൽ തന്നെ ആവശ്യത്തിന് സ്റ്റോക്കെടുത്ത് വ്യാപാരികളും ഉഷാറായിരുന്നു. വിഷുത്തലേന്ന് മാത്രമല്ല, ഇന്ന് വിഷുദിനത്തിലും പടക്കക്കടയ്ക്ക് മുടക്കമുണ്ടായില്ല. കയ്യിലുള്ള ഐറ്റംസ് കഴിഞ്ഞതോടെ ആവശ്യക്കാർ വീണ്ടും ഇരച്ചെത്തുമെന്നറിയാവുന്ന വ്യാപാരികൾ കച്ചവടം പൊടിപൊടിച്ചു. തമിഴ്നാട്ടിലെ പടക്ക നിർമ്മാണ കേന്ദ്രമായ ശിവകാശിയിൽ നിന്നാണ് പ്രധാനമായും കുന്നംകുളത്തേക്ക് പടക്കങ്ങൾ എത്തുന്നത്. ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി അംഗീകൃതമായ പടക്ക നിർമ്മാണ കമ്പനികളിൽ നിന്നാണ് ഭൂരിഭാഗം വ്യാപാരികളും സ്റ്റോക്ക് എത്തിച്ചത്. മുൻ വർഷങ്ങളിൽ ഗുണനിലവാരമില്ലാത്ത പടക്കങ്ങൾ വിപണിയിൽ ഇറങ്ങിയത് ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഇത്തവണ ബ്രാൻഡഡ് പടക്കങ്ങൾക്കാണ് മുൻഗണന നൽകിയത്. കുറഞ്ഞ നിരക്കിൽ പടക്കങ്ങൾ ലഭ്യമായതിനാൽ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്കും നൽകാൻ വ്യാപാരികൾ തീരുമാനിച്ചിരുന്നു. ഇവിടെ വന്നവർക്ക് സന്തോഷിച്ച് പോവാം. വില തീരെയില്ല. നല്ല നല്ല ഐറ്റം, നല്ല സാധനം കൊടുത്തുകൊടുക്കും. ഇതെല്ലാം ഞങ്ങളുടെ കമ്പനി ശിവകാശി എന്നുള്ള കമ്പനി, അയ്യൻ, വനിത, സ്റ്റാൻഡേർഡ്, അങ്ങനെ നല്ല നല്ല വെറൈറ്റി ഐറ്റം മാത്രം. ഞങ്ങൾക്ക് കണ്ടമാനം മലപ്പുറം ജില്ല, പാലക്കാട് ജില്ല, കണ്ണൂർ ജില്ല, തൃശ്ശൂർ ജില്ല, അവിടുന്നുള്ള ജനങ്ങളാണ് ഞങ്ങൾക്ക് വരുന്നത്. ആ ബിസിനസ്സാണ് ഞങ്ങൾക്ക്. നല്ല ഹോൾസെയിൽ റേറ്റ്, ഫുൾ ഹോൾസെയിൽ റേറ്റ്. ജനങ്ങൾ നിൽക്കുന്ന കാണില്ല, നിങ്ങൾ നോക്കി. ഭയങ്കര വില കുറവ്. കമ്പനി ആയിട്ടല്ലേ, നമുക്ക് കമ്പനിയാണ്, കമ്പനിയിൽ നിന്നാണ് നമ്മൾ കൊണ്ടുവരണേ. അതുപോലെ ജനങ്ങൾക്ക് കൊടുക്കണു, വെറും വില കുറച്ച് കൊടുക്കണു. പതിവ് പടക്കങ്ങൾക്ക് പുറമെ ഇത്തവണത്തെ വിപണിയിലെ പ്രധാന ആകർഷണം വെള്ളത്തിലിട്ടാലും പൊട്ടുന്ന മാലപ്പടക്കമാണ്. മഴ പെയ്താലും ഈർപ്പം തട്ടിയാലും പ്രവർത്തനരഹിതമാകില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. കൗതുകമുണർത്തുന്ന ഈ പുതിയ ഐറ്റം വാങ്ങാൻ കടകളിൽ തിരക്കുണ്ടായി. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ കുട്ടികളെ ആകർഷിക്കുന്ന വർണ്ണപ്പടക്കങ്ങളായ മത്താപ്പ്, കമ്പിത്തിരി, ചക്രം, പൂക്കുറ്റി, നിലച്ചക്രം, പാമ്പിൻ ഗുളിക എന്നിവയ്ക്കും ആവശ്യക്കാരുണ്ടായി. രാത്രി ആകാശത്ത് വർണ്ണങ്ങൾ വാരി വിതറുന്ന ഫാൻസി ഷോട്ടുകൾ യുവാക്കളുടെ പ്രധാന ചോയ്സായി തുടർന്നു. ശബ്ദക്കുറവും വർണ്ണവൈവിധ്യം കൂടുതലുള്ള ഐറ്റംസ് ചോദിച്ചു വരുന്നവരും നിരാശരായില്ല. ആകർഷകമായ വിഭവങ്ങൾ സ്വന്തമാക്കി മനം നിറഞ്ഞാണ് ഉപഭോക്താക്കൾ മടങ്ങിയത്.